ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് അറിയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, അതായത് ഈ സെപ്റ്റംബർ എത്രയാണ് 10, 11, 12 തീയതികളിൽ കോഴിക്കോട് ചേരുന്ന ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിശാല സംസ്ഥാന സമിതി യോഗത്തിൽ വെച്ചിട്ട് തെറ്റുതിരുത്തൽ രേഖ സമർപ്പിക്കും. അപ്പോൾ തീർച്ചയായും ഇവിടെ ഉരുളാൻ പോകുന്ന 2 തലകൾ എന്ന് പറയുന്നത് ഒന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെയും മറ്റൊന്ന് കാരണബോധത്തിന്റെയും തന്നെ ആയിരിക്കുമെന്നാണ് ഇതുവരെ നമുക്ക് കിട്ടിയ ചില സൂചനകൾ കേട്ടോ. അപ്പോൾ പകരം ആരാണ് പ്രതിപക്ഷ നേതാവായി ഇരിക്കുക? അതാണ് ഏറ്റവും പ്രധാനം. പ്രതിപക്ഷ നേതാവായി ആര് വരും? പിണറായിക്ക് പകരം. ഒന്ന് പിണറായിക്ക് ഇനി ഈ വിശാല സമിതി ചേർന്നാലും ചേർന്നില്ലെങ്കിലും പിണറായിക്ക് വയ്യ. പിണറായിക്ക് പ്രതിപക്ഷ നേതാവായി തുടരാനുള്ള ആരോഗ്യമില്ല. അതിനുള്ള പണ്ടൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് ഇപ്പം പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള പരിപാടി കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഓരോ ദിവസം കഴിയുന്തോറും പിണറായി വിജയൻ അബദ്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശന്റെ കൃത്യമായ നിലപാടുകളെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് LOP വേണ്ട, LOP ഇങ്ങനെ ഇരുന്നോ LOP എന്ന് പറഞ്ഞിട്ട് ഇയാളെ പിടിച്ച് ഇരുത്താനുള്ള പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ പകരം ആര്? KN ബാലഗോപാലാണോ വരിക? നമുക്ക് കിട്ടുന്ന സൂചനകൾ KN ബാലഗോപാൽ അല്ല, വരാൻ പോകുന്നത് മരുമോനാണ് എന്നുള്ളതാണ്. മരുമോനെ പ്രതിപക്ഷ നേതാവാക്കാനാണത്രേ ശ്രമം. അതേ അവസരത്തിൽ മരുമോനെ പ്രതിപക്ഷ നേതാവാക്കുന്നത് പാർട്ടിയിലെ പലർക്കും താല്പര്യമില്ല. പ്രത്യേകിച്ച് P രാജീവിന്, KN ബാലഗോപാലിന്, KK ശൈലജക്ക്, പൊതുവെ അതായത് റിയാസിനോട് താല്പര്യമുള്ള ഒരാൾ പോലും പാർട്ടി നേതൃത്വത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതേസമയത്ത് കാരണഭൂതം ഇത് ഒഴിയണമെങ്കിൽ കാരണഭൂതം വെക്കുന്ന ഒരൊറ്റ ഡിമാൻഡ്, ഞാൻ ഒഴിയാം, പകരം എന്റെ മരുമോൻ വരണം. അതാണ്, ഞാൻ ഒഴിയാം, പക്ഷേ ആര് വരണം? മരുമോൻ വരണം. അപ്പൊ കാരണഭൂതത്തെ പടിയിറക്കണമെങ്കിൽ മരുമോനെ കയറ്റണം എന്ന ഒരു നിർബന്ധ ബുദ്ധി വരുമ്പോൾ ഒരു പക്ഷേ വിട്ടുവീഴ്ചക്ക് തയ്യാറാവേണ്ടി വരും. അങ്ങനെയാവുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാവും? മരുമോനാവും. പിണറായിക്ക് ഒരു ദുഷ്ടലാക്ക് കൂടിയുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് മരുമോനാവുമ്പോൾ ഇവരുടെയൊക്കെ പ്രതീക്ഷ എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ഭയങ്കര വിജയം നേടും. വിജയം നേടുമ്പോൾ ആര് മുഖ്യമന്ത്രിയാവും? മരുമോനെ മുഖ്യമന്ത്രിയാക്കാം എന്നാണ് പാവം കാരണഭൂതത്തിന്റെ മനസ്സിലിരിപ്പ്. അതേ അവസരത്തിൽ പാർട്ടി സെക്രട്ടറി ആരാവും? പാർട്ടി സെക്രട്ടറിക്ക് വേണ്ടിയിട്ട് M സ്വരാജ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ M സ്വരാജിന്റെ ക്രെഡിബിലിറ്റി ആകെ നഷ്ടപ്പെട്ടു. പണ്ടേ ആകെ ക്രെഡിബിലിറ്റി ഇല്ല. ഈ ദേശാഭിമാനിയിലെ ഈ കള്ളൻ വിജയൻ എന്ന് പറയുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് ശരിക്കും ഈ വിവാദം ഇങ്ങനെ നാറ്റിപ്പിച്ചത് സ്വരാജാണ്. കാരണം സ്വരാജ് വീണ് കിടന്ന് ഉരുളുകയായിരുന്നു. പിന്നെയും ഇന്നലെയും കള്ളം പറഞ്ഞു. എന്നിട്ട് അവസാനം പറയാണ് ദേശാഭിമാനി തീരുമാനിക്കും എന്ന് പറയാം. ഇതുവരെ പറഞ്ഞത് ഇങ്ങനെ ഒരു ലേഖനേ ഇല്ല എന്നാണ്. ഇന്നലെ പറഞ്ഞത് ലേഖനം പലതും വരും, പക്ഷെ കൊടുക്കണ്ടേന്ന് ഞങ്ങളാണ് തീരുമാനിക്കുക. സ്വാഭാവികം, ശരിയാണല്ലോ. ലേഖനം ഒരുപാട് വരും, കൊടുക്കണം നിങ്ങൾ തീരുമാനിക്കും. പക്ഷെ അതിൽ കള്ളൻ വിജയൻ എന്ന് പറയുന്നത് തലക്കെട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ അതൊന്ന് എന്താ ചെയ്തു, അത് പരസ്യമാക്കി, അത്രേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ അച്ചടിച്ച് വന്നിരുന്നുവെങ്കിൽ ആരും അറിയില്ല. ആരിത് വായിച്ച് നോക്കാൻ. പ്രത്യേകിച്ചും വാരാന്ത്യ പതിപ്പിലെ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിലെ പിന്നാപ്പുറത്തെ ബാക്ക് പേജിലെ ഈ ലേഖനം ആരും വായിക്കാനും പോകുന്നില്ല, ആരും ശ്രദ്ധിക്കാനും പോകുന്നില്ല. ഞാൻ അതിൽ തന്നെ ഈ കള്ളൻ വിജയൻ എന്നാണെങ്കിൽ ശരി, അതൊരു നാടക വിവരണമാണ്. അത് വായിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവില്ല. പക്ഷേ കാരണഭൂതനെ എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കാൻ ഉന്നം നോക്കിക്കൊണ്ടിരിക്കുന്ന, അതിനുള്ള അവസരങ്ങൾ പാർത്തുകൊണ്ടിരിക്കുന്ന സ്വരാജിന് മനസ്സിലായി ഇതെന്നെ കാര്യം. അപ്പൊ ഇതൊന്ന് വിവാദമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിവാദമാക്കണമെങ്കിൽ ഈ ലേഖനം പ്രസിദ്ധീകരിക്കാതിരിക്കണം, ആ കലമ്പുണ്ടാക്കണം. ഇത് തയ്യാറാക്കിയ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ച ഇതിന്റെ മേധാവി ആരുടെ? ഈ എഡിറ്റോറിയൽ വിഭാഗത്തിലെ ഈ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയുള്ള KR അജയനോട് വിശദീകരണം ചോദിക്കുന്നു. KR അജയന്റെ മുറി പൂട്ടിയിടുന്നു. തൽക്കാലം KR അജയനെ പുറത്താക്കിയിട്ടൊന്നുമില്ല. പക്ഷേ KR അജയന്റെ ഇനിയുള്ള ദേശാഭിമാനി ജീവിതം കണ്ടു തന്നെ അറിയണം. ആ രീതിയിൽ ആകെ കുഴപ്പമുണ്ടാക്കി ഓരോ ദിവസവും സ്വരാജ് വന്നിട്ട് കള്ളത്തരങ്ങൾ പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, സ്വരാജിന് സാധ്യത വരാൻ പോകുന്നത് P രാജീവിനാണ് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞ ഒരു കാര്യം. P രാജീവ് അപ്പം ഗോവിന്ദന് പകരം P രാജീവ് ഒരു സൈദ്ധാന്തികനാണല്ലോ, അല്ലെ? പറഞ്ഞത് അപ്പം ഗോവിന്ദൻ കോമാളിത്തം കളിക്കുകയാണെങ്കിലും P രാജീവ് സൈദ്ധാന്തിക കോമാളിയാണ്. P രാജീവ് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഗോവിന്ദന്റെ ഒരു തറ പരിപാടിയായ തറ കോമാളി കളി P രാജീവ് വരുമ്പം ഒരു തിരിയും കൂടി മേലുള്ള മറ്റൊരു കോമാളിക്കളിയായി മാറും. അത്രേ വ്യത്യാസമുള്ളൂ. പ്രത്യേകിച്ച് ഒരു വ്യത്യാസം വരുന്നില്ല. എനിക്ക് തോന്നുന്നത് പണ്ടത്തിനേക്കാൾ അബദ്ധമാവാൻ ഈ സ്ഥിതി. കാരണം ഒന്ന് ആലോചിക്കട്ടെ, ഈ റിയാസ് പ്രതിപക്ഷ നേതാവാകുകയും P രാജീവ് എന്താ പറയാ ഈ പാർട്ടി സെക്രട്ടറി ആവുകയും ചെയ്താൽ ഒന്ന് ഈ തമ്മിലടി ഭയങ്കരമായിട്ട് വർദ്ധിക്കും. പിന്നെ LOP എന്ന് പറയുന്നത് KN ബാലഗോപാല് അതായിരിക്കും. KN ബാലഗോപാലിന്റെ അടുത്ത ശ്രമം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പുതിയ LOP യെ
എന്താ പറയാ വെട്ടി വീഴ്ത്താനായിരിക്കും. സതീശൻ എന്തൊക്കെ പറയണേ, സതീശനോട് പിന്നെ അംഗം വെട്ടിയിട്ട് കാര്യമില്ല. കാരണം സതീശനെ തോൽപ്പിക്കാനാവുന്നത് സ്വന്തം പാർട്ടിക്കുള്ളിലുള്ള ആൾക്കാരെയാണോ എന്ന് KN ബാലഗോപാൽ അറിയും. അങ്ങനെ KN ബാലഗോപാലും റിയാസും തമ്മിലുള്ള യുദ്ധം നടക്കും. ഇങ്ങനെ പാർട്ടി പരസ്പരം ഈ നേതാക്കന്മാര് കടിപിടി കൂടി ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ചർച്ച ചെയ്യാം. ദിവസങ്ങളുണ്ടല്ലോ അല്ലേ? കാരണം ഓരോ ദിവസവും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. നേരത്തെ നമ്മൾ ഉദ്ദേശിച്ചത് ജൂലൈ അവസാനം എന്നായിരുന്നു. അത് പിന്നെ ആഗസ്റ്റിലേക്ക് മാറി. ആഗസ്റ്റ് കഴിഞ്ഞിട്ട് എന്തുവായി? സെപ്റ്റംബർ മധ്യം. അപ്പോൾ കോഴിക്കോട്ടാണ് കലാശപ്പൂരം, അടിയുടെ കലാശപ്പൂരം സംഭവിക്കാൻ പോകുന്നത്. കോഴിക്കോട്ടാണ്. നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.